ഹേ ഫ്രണ്ട്സ്, സരിത ഹിയർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ബാലരാമപുരം എന്നൊരു സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാലരാമപുരത്തിൻ്റെ വിശേഷം എന്താണെന്ന്. ബാലരാമപുരം ഇസ് ദ ഹബ് ഓഫ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സ്. നമ്മുടെ കൈത്തറി, കസവ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കലവറയാണെന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് ബാലരാമപുരമാണ് നമ്മുടെ കൈത്തറി പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് ഒരു ഹബ്ബാണെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വി വർ ലൈക്ക് സാഡ്ലി ഡിസപ്പോയിൻറ്റഡ്. യു നോ വൈ? കാരണം പണ്ടത്തെ ആ ഒരു മാനുഫാക്ചറിങ് ഒന്നും ഇല്ല ഇപ്പോൾ ബാലരാമപുരത്ത്. കോവിഡിന് ശേഷം ദിസ് പ്രൊഡക്ഷൻ ഹാസ് ടേക്കൻ എ ബിഗ് ഹിറ്റ് ആക്ച്വലി. ഇവിടുത്തെ വീവേഴ്സിനൊക്കെ ഭയങ്കര നഷ്ടമായി, മാനുഫാക്ചറിങ് ഒക്കെ ഭയങ്കര കുറഞ്ഞു, സെയിൽസ് ഒക്കെ ഭയങ്കര കുറഞ്ഞു. പിന്നെ വീവേഴ്സൊക്കെ പലരും പല സ്ഥലത്തായിട്ട് പല ജോലികളൊക്കെ ആയിട്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ ബാലരാമപുരത്ത് പണ്ടത്തെ ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇല്ല. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അവർ ലൂംസ് സെറ്റ് ചെയ്ത് അവിടെ എല്ലാം സെറ്റ് സാരിയും സെറ്റ് മുണ്ട് ഇതെല്ലാം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ അതിനുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എല്ലാം ഭയങ്കര കുറവായിരുന്നു. ഇവിടെ ഇപ്പോൾ കൂടുതലും റീറ്റെയിൽ സ്റ്റോഴ്സാണ് കാണാൻ കഴിഞ്ഞത്. കഷ്ടിച്ച് ഒരു കുറച്ച് 3-4 യൂണിറ്റ്സ് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. വീടുകളിലൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ യൂണിറ്റ്സ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ തോർത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വീടുകളിലൊക്കെ മാനുഫാക്ചറിങ് ഉള്ളൂ. അങ്ങനെ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ബാലരാമപുരം വിട്ട് ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ ടൗൺസിലോട്ടും കുറേ ആൾക്കാർ അങ്ങോട്ടൊക്കെ മാറി. പയ്യാറ്റുവിള എന്നൊക്കെ പറഞ്ഞാൽ ബാലരാമപുരം കഴിഞ്ഞ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണണം, നമ്മൾ ഈ ഒരു മാനുഫാക്ചറിങ് കാണണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ പയ്യാറ്റുവിളയും കൂടെ പോയി ഒന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഇനി പയ്യാറ്റുവിളയിലൊക്കെയാണ് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ഈ സ്ഥലത്തിൻ്റെ പേര് പയ്യാറ്റുവിള എന്നല്ല, പയറ്റുവിള എന്നാണ്. ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് രാജൻ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലോട്ടാണ്. ഇറ്റ് വാസ് മാനേജ്ഡ് ബൈ എ പേഴ്സൺ കോൾഡ് രാജൻ. He himself is a weaver and this unit was handed over to him by his father. ഇത് ഹെറിഡിറ്ററി ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു യൂണിറ്റാണ്. He was very kind enough to explain to us about the manufacturing of handloom textiles, and he was also talking to us about the problems that weavers face nowadays. പവർലൂം ഇൻഡസ്ട്രി ഇത്രയും ലാർജ് സ്കെയിലിൽ ഫാബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ ലോ കോസ്റ്റ് കൊണ്ടും ഹാൻഡ്ലൂം ഇൻഡസ്ട്രീനെ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ് പഠിക്കാൻ ഒരു താല്പര്യമില്ല. സ്വന്തം മക്കൾക്ക് കൂടി ഈ ഒരു യൂണിറ്റ് ടേക്ക് ഓവർ ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്നാണ് രാജൻ ചേട്ടൻ പറഞ്ഞത്. ഈ കാണുന്ന ലൂംസ് എല്ലാം ഇപ്പോൾ ഡിസ്ഫങ്ഷനലാണ്. കോവിഡ് സമയത്ത് കുറേ നാൾ വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ലൂംസ് എല്ലാം റിപ്പയറാണ്. ഇതിന് ശരിയാക്കണമെങ്കിൽ മദ്രാസിൽ നിന്ന് ടെക്നീഷ്യൻസിനെ വിളിച്ച് വരുത്തി ലക്ഷങ്ങൾ ചിലവാക്കിയാലേ ശരിയാക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് രാജൻ ചേട്ടൻ പറയുന്നത്. നൂലൊക്കെ സ്പിൻ ചെയ്യുന്ന പലതരം മെഷീൻസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചേട്ടൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ഇല്ല. ഇതാണ് സ്റ്റാൻഡ് തറയിൽ നെയ്തത്. ഇത് ജക്കാട് തറി മുകളിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ സെറ്റാണ്. ഇത് മുണ്ടും നേരിയത്, മുടുക്കുന്ന മുണ്ടും പുതയ്ക്കുന്ന സെറ്റ് മുണ്ട്. ഇതെല്ലാം അങ്ങനെ സ്റ്റാൻഡ് തറയിൽ നെയ്തതാണ്. എനിക്കിത് ഒരു പാർട്ടി സാധനം കൊണ്ടുപോയിട്ട് പൈസ കിട്ടിയില്ല. ഞാൻ സാധനം തിരികെ കൊണ്ടുവന്ന് വെച്ചേക്കും കൊടുക്കണം. അങ്ങനെയൊക്കെ നടക്കുമോ? ഓ, അങ്ങനെയൊക്കെ 15 ലക്ഷം രൂപ തരാനുള്ള 1 ലക്ഷം രൂപ പോലും തരില്ല. എത്തി നേരെ താഴേക്കാണ് പോകും. ചുറ്റുവട്ടത്ത് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ യൂണിറ്റ്സ് വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു യൂണിറ്റിലേക്കുള്ള വഴി പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. രാംചന്ദ്ര ഹാൻഡ്ലൂം ഫാബ്രിക്, അതാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഇത് നടത്തുന്നത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ആൾ ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ.
നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ്റെ കൂടെ ഒരു സദസ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് സ്വന്തമായിട്ട് നെയ്ത ഒരു സെറ്റ് മുണ്ട് ഗിഫ്റ്റായിട്ടും കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, മോദിജിക്ക് വരെ ഒരു മുണ്ട് നെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ അനുസരിച്ച് ശിവൻ്റെയും പാർവതിയുടെയും ഒരു പിക്ചറായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതനുസരിച്ച് ഒരു അച്ചുണ്ടാക്കി ശിവൻ്റെയും പാർവതിയുടെയും പിക്ചർ അതിൽ നെയ്ത് അവർക്ക് ഡൽഹിയിൽ അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ്. He was so proud of himself when he was sharing all his achievements with us. Later he took us to his unit. Right now workers എല്ലാവരും ലഞ്ചിന് പോയിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് വർക്കേഴ്സ് കുറവായിരുന്നു. But then he showed us around and he showed us how what all machines are working and what all work they are doing currently over there. കൂടുതലും മുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ വീവ് ചെയ്തുകൊണ്ടിരുന്നത്. സാരി എനിക്ക് തോന്നുന്നു ഒരു മെഷീൻ്റെ മാത്രമേ സാരി ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. നമ്മളെടുത്തത് അപ്പോൾ എവിടെ വെച്ച് ഇരിക്കുന്ന ഇത് അത് പ്യുവറാണോ? നമ്മൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു സാരി വാങ്ങിച്ചിരുന്നു, ഒരു സെറ്റ് സാരി. അത് ഈ ലൂമിലാണ് നെയ്തെടുത്തതെന്നാണ് പറഞ്ഞത്. അതിൽ ഒരു പീക്കോക്കിൻ്റെ ഡിസൈനാണ് നെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ്റെ അച്ച് ഇപ്പോഴും അവരുടെ കയ്യിലിരിപ്പുണ്ട്. ആ ഒരു അച്ചാണ് ഇപ്പോൾ അവർ കാണിച്ചു തന്നത്. സാധാരണ അവർ ഇതുപോലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ അച്ചുണ്ടാക്കും. ആ അച്ച് വെച്ചിട്ടാണ് അവർ ഓരോ സെറ്റ് സാരിയിലും മുണ്ടിലും ഒക്കെ വീവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സെറ്റ് മുണ്ടിലും സാരീസിലും ഒക്കെ കാണുന്ന കസവുണ്ടല്ലോ, അത് പല ഗ്രേഡുണ്ട്. 3rd ഗ്രേഡ്, 2nd ഗ്രേഡ്, 1st ഗ്രേഡ്, അങ്ങനെ പല ക്വാളിറ്റി. പ്യുവർ ഗോൾഡിൽ ചെയ്യുന്ന കസവ് വരെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ കാണുന്നത് സ്വർണത്തിൻ്റെ നൂലിൻ്റെ ബാക്കിയാണ്, പൊടിയാണ്. ഇതുവരെ അവർ കളയൂല, കാരണം ഇത് കൊടുത്താലും അവർക്ക് സ്വർണത്തിൻ്റെ വില കിട്ടും. ഈ നൂലാണ് ആ സാരിയിലിട്ടേക്കുന്നത് ആണോ? ഇത് പട്ടുനൂലാണ്. ഓ ഓ ഓ, ഇത് ഒറിജിനൽ സിൽക്ക് വേമിൻ്റെ പട്ട്. പിന്നെ പട്ടിൽ വെള്ളി കവറിങ്, വെള്ളി കവറിങ് സ്വർണ്ണം പൂശി. വെള്ളി കവറിങ്ങിൽ ആദ്യം വെള്ളി ഇടും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ സ്വർണ്ണം. നൂലിൽ വെള്ളി കവറിങ്. ഇതിൻ്റെ വെള്ളിയാണ് കറക്കില്ല, ഇത് കിട്ടാൻ പാട്. ഇതിൻ്റെ വെള്ളി അരഞ്ഞാൽ അടിച്ചാൽ കറക്കില്ല. ഇതിൻ്റെ ഇത് അവർ നമുക്ക് തരില്ല. ഇത് നമ്മളോട് കൊടുത്ത് ഉരുക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ എടുക്കാം, ഇതാണ് കറക്കില്ല. ഇതിൻ്റെ സ്വർണ്ണം വേറെ ഇരിക്കും. ഇത് ഇത്രയും നൈസിൽ ഇത്രയും വെള്ളി കവറിങ് ചെയ്യുന്ന അത്രയും കൂടിയ വെള്ളി ഇതിൽ പറ്റുള്ളൂ. He showed us that if you try scratching off the gold from the thread, then you can see the pure silver underneath. So that means that the thread, that the cassava is pure. It's pure gold. So let me show you the real gold cassava sari. This is the sari which has pure gold border. Actually you can see the cassava, you can easily identify pure gold cassava by the color of the cassava itself. After spending this whole day with these experienced weavers and having so much conversations with them, ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റിൻ്റെ കൂടെ ഉള്ള ഇഷ്ടം, ഒരു റെസ്പെക്റ്റ് എത്രയോ മടങ്ങ് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. Today's experience was really memorable and we got to know so much about handloom products and its manufacturing. Thank you for being with me till the end. Hope you guys got something out of this video. If you did, hit the subscribe button for more such videos and we'll meet in the next one. Till then, bye.